ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കുട്ടിശങ്കരനെയും ഗൗരീനെയാണ്. അപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിരുന്നപ്പം എനിക്ക് നാണം വരുന്നു. ഓഹോ, എൻ്റെ കിടാവിന് നാണം വരികയാണോ? ഗൗരി പറയേ ഗൗരി, നിനക്ക് എന്തോരം വിശ്വാസം ഉണ്ടെന്നെ? നീയൊന്ന് പറ. എനിക്ക് ശങ്കരനെ വിശ്വാസമാണ്. നീ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നെയാണോ? സത്യം പറ. എൻ്റെ അച്ഛനെയും ശങ്കരനെയും ഞാൻ ഈ രണ്ടുപേരെയാണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണത്. ഗൗരി, എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയോ? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നത്? വടക്കുനാഥൻ കഴിഞ്ഞാൽ ശങ്കറിന് ഏറ്റവും ഇഷ്ടം എന്നെയല്ലേ? വടക്കുനാഥൻ കഴിഞ്ഞാലല്ല കേട്ടോ, വടക്കുനാഥനോളം തന്നെ നിന്നെ എനിക്കിഷ്ടമാണ്. ആഹാ, അറിയാം. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ശങ്കർ എന്തും ചെയ്യുമെന്നും എനിക്കറിയാം. ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ശങ്കറിന്. അത്രയ്ക്കിഷ്ടമാണ് എന്നെ, അതും എനിക്കറിയാം. നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട്, അത് കുട്ടിശങ്കറിന് അറിഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞൊഴിവാകണ്ട. നീ എന്നെ ഉത്തരം പറഞ്ഞിട്ടേ പോയാൽ മതി. നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? എന്തു വേണമെങ്കിലും ചെയ്യും. എന്തും? സത്യമാണോ? ശങ്കറിനെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള ഡയലോഗ് അതെ നന്നായി ആലോചിച്ച് തന്നെയാണോ പറഞ്ഞത്? അതെ, ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത്. ശങ്കർ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ ചെയ്യും. ദേ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം കേട്ടോ, പിന്നെ മാറ്റാൻ പറ്റില്ലേ? വാക്ക് മാറ്റില്ല. പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ ശങ്കർ. എങ്കിലേ ഞാനൊരാഗ്രഹം പറയട്ടെ ഗൗരി. പറയാം. അതെ, നീ നിൻ്റെ ചെവി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. അപ്പോൾ ഗൗരിയുടെ അടുത്ത് ചെവിയിൽ രഹസ്യം പറയുകയാണ്. അപ്പോൾ ഗൗരി ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. അയ്യോ, ശങ്കർ എന്തീ പറയണത് ഈ സമയത്തോ? നിന്നെ എനിക്ക് ആ ഡ്രസ്സിലൊന്ന് കാണണം. ശങ്കർ, അതിപ്പോൾ ഈ സമയത്ത് എങ്ങനെയാ? അതൊന്നും എനിക്കറിയണ്ട, വാക്ക് തന്നതാ. അല്ല ശങ്കർ, എന്നാലും ഇല്ല ശങ്കർ, പ്ലീസ് ശങ്കർ, ഒരു കാര്യമില്ല. നീ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല ശങ്കർ. അപ്പം ശങ്കർ വേഗം എഴുന്നേറ്റു. എന്നിട്ട് അത് ഡ്രോയ്ക്കകത്തിരുന്ന ഒരു പാക്കറ്റ്, അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ് ആള്. ദാ, ഇത് പിടിക്ക്, നീ ഇതങ്ങോട്ട് പിടിക്ക്. എന്നിട്ട് എനിക്ക് നിന്നെ ഈ വേഷത്തെ കാണണം. ഇതെന്ത് ഭ്രാന്താണ്? അതെ, ഇതൊക്കെ കുട്ടിശേഖരൻ്റെ ഓരോ ഭ്രാന്തുകളായിട്ട് കണ്ടാൽ മാത്രം മതി കേട്ടോ. എൻ്റെ ആഗ്രഹമല്ലേ? അതെ, മൗനം സമ്മതാണെന്നല്ലേ അതിനർത്ഥം. എന്നാൽ എൻ്റെ കുട്ടിശങ്കറിൻ്റെ പെണ്ണങ്ങ് ചെന്നാട്ടെ. ചെന്നൊന്ന് റെഡിയായിട്ട് വന്ന് എന്നെ ഒന്ന് കാണിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ കുട്ടിശങ്കരൻ അതെല്ലാം വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഗൗരി ഇതേണ്ട നല്ല അടിപൊളി വേഷത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല മോഹിനിയാട്ടത്തിൻ്റെ പോലത്തെ ഒരു വേഷമൊക്കെ ഇട്ട് ആൾ നല്ല സുന്ദരിയായിട്ടാണ് വന്നത്. ശങ്കറിൻ്റെ കണ്ണിങ്ങനെ തള്ളി നിൽക്കുകയാണ് ഗൗരി. ഇത് കണ്ടപ്പോഴത്തേനും ആ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ ശങ്കർ ഫ്ലാറ്റായി പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കി എന്നിട്ട് എൻ്റെ ഗൗരി. അപ്പോൾ ഗൗരി ഇങ്ങനെ പതിയെ ഇങ്ങനെ അടുത്തേക്ക് വന്നു. ശങ്കർ, എങ്ങനെയുണ്ട്? എന്നെ ഇങ്ങനെ കാണാൻ എന്താ രസം. അപ്പോൾ ഗൗരി ഒന്ന് ചിരിച്ചോ. ഇനി എൻ്റെ ക്ടാവ് എനിക്ക് വേണ്ടിയിട്ടൊന്ന് 2 സ്റ്റെപ്പ് കളിച്ചേ ശങ്കർ, പ്ലീസ്. ഞാൻ പാടാന്നേ. അപ്പോൾ ഇതേണ്ട ശങ്കർ പാടുന്നു, ഗൗരി അതിനൊപ്പം ഡാൻസ് ചെയ്യുന്നു. ഭയങ്കര സന്തോഷത്തിലാണ് ശങ്കർ. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആളുടെ മനസ്സും എല്ലാം എന്താ പറയുക നിറഞ്ഞു എന്ന് തന്നെ പറയാം. എന്നിട്ട് ഗൗരി ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ശങ്കർ. അത്രമാത്രം ഇഷ്ടമായി ഗൗരിനെ. ഗൗരിയുടെ ആ വേഷം, ഗൗരി തനിക്ക് വേണ്ടി ചെയ്ത ആ ഒരു പെർഫോമൻസ് എത്രമാത്രമാണ് ശങ്കർ അത് എൻജോയ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അത്രയധികം സന്തോഷത്തിലാണ് ആൾ. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശിൻ്റെ വീട്ടിൽ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ എൻ്റെ ടിഫിൻ ബോക്സ് എവിടെ? കാണുന്നില്ലല്ലോ. അമ്മേ, എൻ്റെ ടിഫിൻ ബോക്സ് എടുത്തോ? ആരുടെ ഒരു അനക്കവും ഇല്ലല്ലോ. വേണി എന്ന് പറഞ്ഞ് വലിച്ചു കയറുകയാണ്. അപ്പോൾ ഓരോരുത്തരെയും മാറി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണി ഇത് ടിഫിൻ ബോക്സുമായിട്ട് അങ്ങോട്ടേക്ക് എത്തി. ആളിച്ചിരി മുഖമൊക്കെ കയറ്റിപ്പിടിച്ചായിരിക്കണത്. പക്ഷേ ആദർശ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് കണ്ട് വേണി അങ്ങോട്ടേക്ക് വന്നു, ബാഗ് പിടിച്ചു വാങ്ങി നേരെ ടിഫിൻ ബോക്സ് ബാഗിലേക്ക് വച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആദർശിനൊരു വിഷമമൊക്കെ തോന്നി കേട്ടോ. എന്നിട്ട് വേഗം ആൾ ബാക്കോട്ട് വന്നിട്ട്, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഒന്ന് വരാൻ പറ്റുമോ? എനിക്കൊരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചിരിച്ചോ. അതെ, ചിരിക്കാനല്ല പറഞ്ഞത്, വെറുതെ ചിരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പറ്റുമോ ഇല്ലയോ, യെസ് ഓർ നോ, അത് മാത്രം പറ.
അതെ, വൈകിട്ടാക്കണ്ട, ഞാൻ ഉച്ചയ്ക്ക് തന്നെ എത്തിക്കോളാം. നീ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് നമുക്ക് ഒരുമിച്ച് രണ്ടുപേർക്ക് പുറത്തു പോയി ചുറ്റിക്കറങ്ങി ഒരു സിനിമയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്താ, നീ റെഡി ആയിട്ടിരുന്നോ? ഞാൻ ഉച്ചയ്ക്ക് എത്തൂട്ടോ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോഴും വലിയ മൈൻഡൊന്നും ചെയ്യാതെ വേണി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ വേണി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ആദർശേൻ്റെ അടുത്ത് കൂടെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ വേണിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ ഗൗരി ഉണ്ട്. അപ്പോൾ ഗൗരി നേരെ വന്നു ശങ്കറിനെ നോക്കുകയാണ്. അപ്പോൾ ശങ്കർ ഭയങ്കര ഉറക്കമാണ്, ഇത് തല മൂടിക്കിടക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ പൊന്നോ, ഇതുവരെ എഴുന്നേറ്റില്ലേ, ഇത് എന്തൊരു ഉറക്കമായത്. അപ്പോൾ ആൾ ചായയൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കണത്. ശങ്കർ ഇതെന്തൊരു ഉറക്കമായത്. ദേ, മര്യാദയ്ക്ക് എണീറ്റോ, ഇല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം കൊണ്ടെന്ന് ഞാൻ തലവഴി ഒഴിക്കും, പറഞ്ഞേക്കാം. എണീക്ക്. ഒരു റെസ്പോൺസും ഇല്ലല്ലോ. എന്ത് പറ്റി എൻ്റെ ഈശ്വര? ഇനി വല്ല വയ്യാഴികയോ വല്ല ആണോ? അതുകൊണ്ടാണോ ഇങ്ങനെ അനങ്ങാതെ കിടക്കണത്? അപ്പോൾ വേഗം തന്നെ ചായക്കപ്പ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറ്റി നോക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ കുറേ തലവണ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാലോ ഇത്. അപ്പം എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഓ, എനിക്കുള്ള പരിപാടി തന്നതല്ലേ? ശരിയാക്കാം, കൊള്ളാം. ദേ, പ്ലാൻ വർക്കായി. ഞാൻ പേടിച്ചു. അതുകൊണ്ടേ വേഗം ആയിക്കോട്ടെ. വേഗം എവിടെയാണ് ഒളിച്ചിരിക്കണത്? പുറത്തേക്ക് വാ, പെട്ടെന്ന് ഇങ്ങ് വന്നോ, ഇല്ലെങ്കിൽ എന്നെ പേടിപ്പിച്ചതിനെ ചെവിക്ക് പിടിച്ച് ഞാൻ കിഴുക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. അപ്പോൾ കുട്ടിശങ്കരനെ ഓടി പുറകിൽ കൂടെ വന്ന് ദേണ്ട കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നാ എൻ്റെ പെണ്ണ് എൻ്റെ ചെവിക്ക് പിടിച്ച് കിഴുകിക്കോന്നേ, ഞാൻ നല്ലോണം വേദനിപ്പിക്കും. എൻ്റെ ക്ടാവ് വേദനിപ്പിച്ചാൽ എനിക്ക് കുട്ടിശങ്കറിനെ വേദനിപ്പിക്കില്ല കേട്ടോ, വേദനിക്കില്ല, അതറിയില്ലേ? അപ്പോൾ ചെവിയെ പിടിച്ചിങ്ങനെ തീരുമാണ് കേട്ടോ. കൊള്ളാം. അതെ, എന്താ? അപ്പോൾ കവളത്തിങ്ങനെ പിടിച്ചു ഗൗരിയുടെ. എൻ്റെ കവൾ ഇത്രയ്ക്ക് ഇഷ്ടമാണ് ശങ്കറിന്? നിൻ്റെ കവള് ബലൂൺ പോലെ ഉണ്ട് കേട്ടോ. അതെ, അതുകൊണ്ടാ ഗൗരി, നമുക്കൊന്ന് പുറത്തു പോയാലോ? നമുക്ക് ഫുൾ തൃശ്ശൂരൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ഇപ്പോഴോ ശങ്കർ? അതെ, എന്തിട്ടാ കുഴപ്പം? അതെ, ഇന്ന് എനിക്ക് ഒരുപാട് ജോലി ഇവിടെ ബാക്കിയുണ്ട്. ശങ്കറിനറിയാലോ, കമലയിടത്തിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും പൂർണ്ണമായിട്ട് മെച്ചപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വേണം ശങ്കർ. ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? എൻ്റെ ഗൗരിയെ, നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ നീ നിൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ കാര്യത്തിലും വേണോട്ടോ. അതെ, ഇല്ലെങ്കിലേ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ശങ്കുന് ദേഷ്യം വരുമോ? എന്നാ പിന്നെ എങ്കിൽ എനിക്ക് ആ ദേഷ്യം ഒന്ന് കാണണമല്ലോ. എൻ്റെ മോളെ, നീ എന്തിനാ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണത്? അതേ ഗൗരി, നീ അടങ്ങിയിരുന്നോട്ടോ, അതാ നിനക്ക് നല്ലതേ. നീ എന്തിനാ ഉള്ള സന്തോഷം കളയണത്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് കുട്ടിശങ്കരൻ്റെ ദേഷ്യം ഒന്ന് കാണണമെന്നേ. എൻ്റെ ദേഷ്യമൊക്കെ കണ്ടാലേ അത് ശരിയാവില്ലേ? അതുകൊണ്ടാ ഇനി എന്നോട് ദേഷ്യപ്പെടാനായിട്ട് എൻ്റെ ശങ്കുവിന് കഴിയില്ല. ഓഹോ, അപ്പോൾ നീ പറഞ്ഞു പറഞ്ഞാൽ എന്തുട്ടാ? ഞാൻ നിൻ്റെ അടിമയാണെന്നല്ലേ? അതെ, അതല്ലേ ഇപ്പം നീ പറഞ്ഞതിനർത്ഥം? അതല്ലേ നീ ഉദ്ദേശിച്ചത്? അതല്ലേടി എന്ന് ചോദിച്ചു. അപ്പം ശങ്കർ ആകെ ദേഷ്യത്തിലായി. ഗൗരിയുടെ മോഹമൊക്കെ ആകെ അങ്ങ് മാറിയിട്ടോ. വേഗം വെള്ളറി വെളുത്ത പോലെ ആയി. ആളാകെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവന് തുല്യം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം ഞാൻ നിൻ്റെ അടിമയാണ് എന്നൊന്നും അല്ല കേട്ടോ. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. നീ പറയുമ്പോൾ ഞാൻ ദേഷ്യം കാണിക്കണം അല്ലേ? ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കട കുട്ടിക്കുരങ്ങനാണെന്നാണോ നീ വിചാരിച്ചത്? പിന്നെ എന്തൊക്കെ വേണം നിനക്ക്? നീ പറയുമ്പോൾ ചിരിക്കണം, നീ പറയുമ്പോൾ കരയണം, നീ പറയുമ്പോൾ തുള്ളണം. പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ? ശങ്കർ, ഞാൻ തമാശയ്ക്കോ എന്ന് ചോദിച്ചു. എന്നിട്ട് ശങ്കർ അങ്ങ് ചിരിച്ചു കേട്ടോ. അത്ര നേരം ശങ്കറിന് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ ഗൗരി ആളാകെ പേടിച്ച് വരണ്ട മുഖമൊക്കെ വല്ലാണ്ടായി പോയി. ആളുടെ ദേഷ്യം കാണാനിരുന്ന ആൾ ആകെ വിറച്ചു പോയി എന്ന് തന്നെ പറയാം. അതെ, എൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ടടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ദേഷ്യം കാണിച്ചത് എങ്ങനെയുണ്ടടി പെണ്ണേ എന്ന് ചോദിച്ചു. ബ്രോസറുടെ മോള് നല്ലോണം പേടിച്ചില്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഒരടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓ എൻ്റെ പൊന്നോ, പോട്ടെ കേട്ടോ. അപ്പം നേരെ വേഗം ചെന്നിട്ട് ആ കൊണ്ടുവച്ചിരുന്ന ചായ കുടിച്ചേ, ആ ക്ഷീണം ഒന്ന് മാറട്ടെ, എന്നാ കുടിച്ചോ. അപ്പോൾ അതേടെ ഗൗരി ആ ചായ വാങ്ങി കുടിക്കുകയാണ്. എന്നാലേ ഒരു കാര്യം ചെയ്തേ, ഇനി എൻ്റെ കിടാവ് നേരെ അടുക്കള ചെന്നിട്ട് ഈ ശങ്കർ ബായിക്ക് നല്ലൊരു കിണ്ണം കാച്ചി ഒരു ചായ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നേ. ചെല്ല്.
വേഗാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഇതേ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ആദർശ് അതേ മാനേജർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ആദർശ് നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ്. ആ സാർ, ഗുഡ് മോർണിംഗ് സാർ. ആ ആദർശ്, ഗുഡ് മോർണിംഗ്, വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. ആദർശ്, ആ ബാലൻസ് ഷീറ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നല്ലോ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു സാർ, ഓക്കെ ആണ്. ഓക്കെ, ആദർശ് ഓക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഓക്കെ സാർ എന്ന് പറഞ്ഞു. ആദർശ് പോവില്ലേ, ഒന്നിരുന്നോളൂ, തനിക്ക് ഒരാളെ ഒന്ന് പരിചയപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് അവിടെ ഇരിക്കുകയാണ് മാനേജറിൻ്റെ ക്യാബിൽ. അപ്പോൾ മാനേജർ വിളിച്ചിട്ട് സുഷമ ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ പുതിയൊരു അവതാരം അങ്ങോട്ടേക്ക് എത്തുകയാണ് നമ്മുടെ ആദർശിൻ്റെ ജീവിതത്തിലേക്ക്. അതെ, മേക്കപ്പ് മീൻസ് സാർ, ആ വരൂ വരൂ ഇരിക്കൂ. അപ്പോൾ അതേണ്ട ഒരു പെൺകുട്ടി വന്നു. ആദർശിനെ അപ്പുറത്തേക്കും ഇരിക്കുകയാണ്. ആൾ ശ്രദ്ധിക്കുന്നുമില്ല, നോക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമാണല്ലോ പ്രത്യേകിച്ച് ആദർശിനുള്ളത്. അപ്പോൾ രഞ്ജിനി ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. രഞ്ജിനി എന്നാണ്, ശിവരഞ്ജിനി എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പം ഇത് ശിവരഞ്ജിനി എന്ന് പറഞ്ഞ് മാനേജർ പരിചയപ്പെടുത്തി. ഇത് നമ്മുടെ പുതിയ ട്രെയിനിയാണ് കേട്ടോ. ഓക്കെ, 6 മാസം രഞ്ജിനി നമ്മുടെ ഈ ബ്രാഞ്ചിൽ തന്നെ ഉണ്ടാവും. അതിനുശേഷം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലും ബ്രാഞ്ചിലോ ആയിരിക്കും മിക്കവാറും പോസ്റ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ആദർശിൻ്റെ ടീമിലാണ് ഞാൻ രഞ്ജിനിയെ വിടാൻ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ, നോ പ്രോബ്ലം. രഞ്ജിനി, ഇവിടുത്തെ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് ആദർശ് പറഞ്ഞു തരും. ഓക്കെ സർ, തീർച്ചയായിട്ടും. രഞ്ജിനി, ഞങ്ങളുടെ ഏറ്റവും എഫിഷ്യൻ്റായ സ്റ്റാഫാണ് ആദർശ്. രഞ്ജിനിക്ക് കറക്റ്റ് ഗൈഡൻസ് നൽകാനായിട്ട് ആദർശിന് കഴിയും. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ രഞ്ജിനി ഇങ്ങനെ ആദർശം ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. എന്നാൽ പിന്നെ ട്രെയിനി അങ്ങ് ഏറ്റെടുത്തോളൂ. ഓക്കെ, അപ്പോൾ കൈ കൊടുത്ത് രണ്ടുപേരും ഹായ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ നോട്ടം ആദർശിനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട് പിന്നെ കാണുന്നത് ഗൗരിനെയാണ്. അപ്പോൾ ഗൗരി നേരെ ഫോൺ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ചാർജിന് കുത്തിയിട്ടിട്ട് ഇറങ്ങിപ്പോവാണ്. ഗൗരി ഇറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ രാധാമണി തങ്കച്ചിയുടെ ശിങ്കിടി ഉണ്ടല്ലോ, അവിടുത്തെ ജോലിക്കാരി, അവർ പതുക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഫോൺ എടുക്കണമെന്ന് രാധാമണി പറഞ്ഞതനുസരിച്ചാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നേരെ വേണ്ട റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നിട്ട് ഫോൺ ഇങ്ങനെ തൊടാൻ തുടങ്ങിയപ്പം എന്താ അവിടെ എന്നൊരു ശബ്ദം. മറ്റാരുമല്ല, നമ്മുടെ ശങ്കറാണ് കേട്ടോ അങ്ങോട്ടേത്. അപ്പോൾ ആകെ പേടിച്ച് വരണ്ടു. ആൾ ശങ്കറിൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ടിടിച്ച് നിൽക്കുകയാണ്. ഇനി എന്തോ പറഞ്ഞ് രക്ഷപ്പെടും, ഒരു വഴിയില്ല. ഒന്നുമില്ല കുഞ്ഞെ, ഒരു പണിയും ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കല്ലേ. ഞാൻ അമ്മയോട് പറയണ്ട. അയ്യോ അല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഗൗരി ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. നിങ്ങളിവിടെ നിന്ന് എന്തുണ്ടാക്കുക? അത് പിന്നെ ഞാൻ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ, എന്തൊട്ടാ ഒരു പരുങ്ങല്, ഒരു കള്ളത്തരം. അയ്യോ, ഒരു കള്ളത്തരം ഇല്ല കുഞ്ഞെ. എങ്കിൽ പറഞ്ഞേ, അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുമ്പോൾ അതൊക്കെ ഗൗരിയുടെ തലയിലിട്ട് കൊടുത്തിട്ട് നിങ്ങളെന്തിനാ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കണത്? അത് പറ. അത് ഞാൻ തറ തൂക്കാൻ വൃത്തിയാക്കാനായിട്ട് വന്നതാ. തറ അടിച്ച് തുടച്ച് വൃത്തിയാക്കാൻ വന്നതല്ലേ. എന്നിട്ട് ചൂലും വെള്ളമൊന്നും ഇല്ലല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? ചൂലും വെള്ളം എവിടെയെന്ന്. അത് പിന്നെ ചൂലും വെള്ളവും ഞാൻ ഇപ്പം കൊണ്ടുവരാം. ഓഹോ, അത് ശരി. അപ്പോൾ അടിക്കുന്നതിനും തുടയ്ക്കുന്നതിനും മുൻപ് ഈ തറയുടെ പെർമിഷൻ വാങ്ങാനായിട്ട് വന്നതായിരിക്കും അല്ലേ? കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കാണ്ട് വേഗം പോയി ജോലും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്ക. വേഗം ആയിക്കോട്ടെ, നോക്കിയിരിക്കാതെ. ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ് തൽക്കാലം തടി ഊരി അവർ രക്ഷപ്പെട്ടു. ഒരു പണിയെടുക്കാണ്ട് വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. ഇവരെയൊക്കെ അമ്മ എന്തിനാ ഇങ്ങനെ ജോലിക്ക് വച്ചിരിക്കുന്നത്? എന്തെങ്കിലും ലക്ഷ്യം കാണും. നമ്മുടെ അമ്മ ഒന്നും കാണാണ്ട് ഇവർക്കങ്ങനെ ശമ്പളമൊന്നും കൊടുക്കില്ലല്ലോ. പിന്നെ ആദർശിനെയും രഞ്ജിനിയെയാണ് കാണുന്നത്. അപ്പോൾ ശിവരഞ്ജിനിനെ എല്ലാവർക്കും മുന്നിലും പരിചയപ്പെടുത്തുകയാണ് ആദർശ്. അപ്പോൾ എല്ലാവർക്കും കൈയൊക്കെ കൊടുത്ത് രഞ്ജിനി ഇങ്ങനെ പരിചയപ്പെടുത്തും. അപ്പോഴത്തേനും ഓരോരുത്തരെയും പരിചയപ്പെടും. നേരെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കും. ഇതെന്താ ഈ കുട്ടി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇതെന്താ ഈ കുട്ടിയുടെ ഇങ്ങനത്തെ സ്വഭാവം? അപ്പോൾ ആകെ ഒരു സംശയം. അപ്പോൾ ആദർശ് വേണ്ട ഇവരെ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് ആദർശ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ട്രെയിനി ആയതുകൊണ്ട് ആദർശിൻ്റെ സപ്പോർട്ട് നന്നായിട്ട് വേണമല്ലോ. അപ്പം നമ്മൾ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ശിവരഞ്ജനിക്ക് ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞു. ലോണും റിക്കവറിയും രഞ്ജിനി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ആദർശ് ഒന്ന് ചിരിച്ചു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ രഞ്ജിനി, ഞാൻ ചോദിക്കണോണ്ടൊന്നും തോന്നല്ല.
നമ്മൾ മുമ്പ് എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, എനിക്ക് തോന്നി കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചതാ. രഞ്ജിനിയുടെ മുമ്പ് കണ്ടതായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഓർമ്മ വരുന്നില്ല. രഞ്ജിനി എന്ന് മറ്റുള്ളവർ വിളിച്ചോട്ടെ, പക്ഷേ ആദർശേട്ടൻ എന്നെ രഞ്ജു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല, വെറുതെ. ആദർശേട്ടാ, ഇപ്പോഴും ആ ബോക്സിംഗ് പ്രാക്ടീസൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ആദർശ് ഞെട്ടിപ്പോയി. ബോക്സിംഗ്? എന്തു പറ്റി? ഇപ്പം പ്രാക്ടീസ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ബോക്സിംഗ് ചെയ്യുന്ന കാര്യം രഞ്ജുവിന് എങ്ങനെ അറിയാം? അപ്പോൾ ഒന്ന് ചിരിച്ചു കേട്ടോ. പിന്നെ മിമിക്രിയോ? അതോ? മിമിക്രിയും വിട്ടോ? അയ്യോ രഞ്ജു, എനിക്ക് അതിശയമായിട്ട് തോന്നുക. എടോ, തനിക്കിതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. അല്ല, ഈയൊക്കെ നേരത്തെ എന്നെ പരിചയമുണ്ടോ? നമ്മളെ മുമ്പേ കണ്ടിട്ടുണ്ടോ? അറിയാം, എനിക്ക് നേരത്തെ അറിയാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മിമിക്രി ചെയ്യും എന്നൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ലല്ലോ, അതാ ചോദിച്ചത്. എനിക്കറിയാം, മിമിക്രി ചെയ്യുമെന്നറിയാം, ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുമെന്നറിയാം, പിന്നെ ബോക്സിംഗ് ചാമ്പ്യനാണെന്നും അറിയാം. അപ്പോൾ ഒന്ന് ഞെട്ടി കേട്ടോ ആദർശേട്ടാ, നമ്മൾ ഒരേ കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടൻ്റെ ജൂനിയർ ആയിരുന്നു. പക്ഷേ ബോക്സിംഗ് ചാമ്പ്യനായ ആദർശേട്ടനെ ഞങ്ങളുടെ ജൂനിയർ പിള്ളേർ അന്നേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങളുടെ ഹീറോ ആയിരുന്നു എന്ന് പറയാം. എടോ, ഇതൊരു വല്ലാത്തൊരു മിറക്കിൾ സർപ്രൈസ് ആയി പോയല്ലോടോ. തനിക്ക് തൻ്റെ ഫേസ് അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല കേട്ടോ. പെൺപിള്ളേരെ തീരെ മൈൻഡ് ചെയ്യാത്ത ആദർശേട്ടന് ഞങ്ങളുടെ കട്ടക്കലിപ്പൻ സീനിയർ ആയിരുന്നല്ലോ ആദർശേട്ടൻ. പിന്നെ എങ്ങനെയാ എന്നെ ഒന്നും ആദർശേട്ടൻ മൈൻഡ് പോലും ചെയ്തിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാ എന്നെ ഫേസ് ഓർമ്മ കിട്ടുക? അതൊന്നുമില്ല എന്ന് പറഞ്ഞു. പെണ്ണിന് പകരം ബോക്സിങ്ങിനെ പ്രണയിച്ചവൻ, അങ്ങനെയായിരുന്നില്ലേ ആദർശേട്ടൻ്റെ ജീവിതം? ഞങ്ങളുടെ പെൺകുട്ടികളുടെ ഇടയിൽ ആദർശേട്ടൻ്റെ ഇമേജ് അതായിരുന്നു കേട്ടോ. സത്യം. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര റിലാക്സ്ഡായി. അപ്പോൾ ആദർശനം ഭയങ്കര സന്തോഷം. അപ്പോൾ രഞ്ജിനിയുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. പിന്നെ കാണുന്നത് രാധാമണി തങ്കച്ചീനെയാണ്. അപ്പം തങ്കച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും കൊച്ചമ്മേ എന്ന് വിളിച്ച്, ഫോൺ കിട്ടി, മേഡത്തിൻ്റെ ഫോൺ കിട്ടി കൊച്ചമ്മേ. പതുക്കെ പറയടി, വിളിച്ച് കൂവി നീ എല്ലാവരും അറിയിക്കുമല്ലോ. സന്തോഷം കൊണ്ടാ കൊച്ചമ്മേ, എനിക്കെൻ്റെ കൊച്ചമ്മയുടെ അഭിമാനം രക്ഷിക്കാൻ പറ്റിയല്ലോ. ഈ ഫോണിങ്ങിതാ എന്ന് പറഞ്ഞത് മേടിച്ചു. അപ്പോൾ ഇത് അവളുടെ ഫോൺ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പാണല്ലോ? ഉറപ്പാണ് കൊച്ചമ്മേ. മേഡം ഈ ഫോൺ ചാർജ് കുത്തിയിടുന്നത് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഈ ഫോൺ വെച്ചിട്ടാണ് ഈ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഈ രാധാമണി തങ്കച്ചിയെ വെല്ലുവിളിച്ചത്. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവൾക്ക്. അപ്പോൾ ഫോൺ ഇങ്ങനെ തുറക്കാൻ നോക്കിയപ്പോഴത്തേനും ഫോൺ ലോക്കാണ്. അയ്യോ, എന്താ കൊച്ചമ്മേ, ഈ ഫോണിൻ്റെ പാസ്വേഡ് എന്താ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിനക്കറിയില്ലേ? പാസ്വേഡ് അറിയാതെ പിന്നെ ആ വീഡിയോ നമ്മൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യും, എന്ത് ചെയ്യും എന്ന് ചോദിച്ച് രാധാമണി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.